UAE പ്രവാസികളായ കാസർഗോഡ് ജില്ലയിലെ തീയ സമുദായക്കാരുടെ കൂട്ടായ്മയായ ശക്തി കാസർഗോഡ് അഭിമാനത്തിന്റെ നിറവിൽ. പാലക്കുന്നിൽ പടുതീർത്ത ആസ്ഥാന മന്ദിരം ശക്തി കോംപ്ലക്സ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. 1 കോടി രൂപ ചെലവിലാണ് പാലക്കുന്ന് ടൗണിനോട് ചേർന്ന് ശക്തി കാസർഗോഡ് ശക്തി കോംപ്ലക്സ് എന്ന പേരിൽ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. ആധുനിക രീതിയിൽ പണിതീർത്തിരിക്കുന്ന കെട്ടിടത്തിൽ ഓഫീസ് മുറിക്ക് പുറമെ 250 പേർക്കിരിക്കാവുന്ന ഹാളും കൂടാതെ കടമുറികളുമെല്ലാം ഉണ്ട്. ശനിയാഴ്ച വൈകിട്ടാണ് മണ്ഡലം MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഈ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ ജില്ലയിൽ ധാരാളം പ്രവാസി സംഘടനകളുണ്ട്. ആ പ്രവാസി സംഘടനകളെല്ലാം അവരുടെ നാട്, അവരുടെ ചുറ്റുപാട്, അവരുടെ ഗ്രാമം, അവരുടെ ജില്ല, അവരുടെ സ്കൂൾ, അവരുടെ അമ്പലം, അവരുടെ പള്ളി, അവരുടെ ചർച്ച്, അതെല്ലാം നവീകരിക്കുന്നതിന്, ഉയർത്തിക്കൊണ്ടുവരുന്നതിന്, ശക്തിപ്പെടുത്തുന്നതിന് അവരുടേതായ സംഭാവനകളുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും അവരുടെ സാന്നിധ്യമുണ്ട് എന്ന് നമുക്കറിയാം. അവർ അകമഴിയിൽ സഹായിക്കുക. അതിന് പുറമെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെല്ലാം കൊണ്ടും കേരളത്തെ സാമ്പത്തികമായി സാമൂഹ്യമായി ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികളുടെ വിവിധ സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് ശക്തി എന്നത്. ആ ശക്തി ഇവിടെ പാലക്കുന്നിൻ്റെ ഹൃദയഭാഗത്ത് അതിമനോഹരമായ ഒരു ശക്തി മന്ദിരം പണിതിരിക്കുക. വിവിധ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന വളരെ നൂതനമായ ഒരു നിർമ്മിതിയാണ് അതിനുവേണ്ടി ശക്തി ഇവിടെ നടത്തിയിരിക്കുന്നത്. അങ്ങനെ കെട്ടിടം പണിത് അതിൻ്റെ ഉദ്ഘാടനമാണ്, ആ ഉദ്ഘാടന വേദിയിലാണ് നമ്മളെല്ലാവരും ഇവിടെ സംഘടിച്ചിരിക്കുന്നത്. ഈ മഹത് വ്യക്തികളെല്ലാം ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ശക്തിയുടെ ഭാരവാഹികൾ കഴിഞ്ഞ കുറേ ദിവസക്കാലമായി അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ഒരു വേദി ഒത്തുകൂടാനും നമുക്ക് ഒരുമിച്ച് ഈ സായാഹ്നം പങ്കിടാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഭാവിയിൽ ശക്തിക്ക് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ. കൂടുതൽ കാര്യങ്ങൾ വ്യോമകാല ഭവനക്കാരുടെ നാട്ടിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് അവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ അതിമനോഹരമായ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നമുക്ക് വാക്കുകൾ അവസാനിക്കും. ചടങ്ങിൽ ശക്തി കാസർഗോഡിന്റെ പ്രസിഡന്റ് സുരേഷ് കാശി അധ്യക്ഷനായി. കണ്ണൂർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായർ, സിനിമ ടെലിവിഷൻ താരം മീനാക്ഷി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കോഴിക്കോട് കാസർഗോഡ് സൈഡൊക്കെ ഉള്ള ആളുകളെയും എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് ഇവിടുത്തെ ഭാഷ ഭയങ്കര വ്യത്യാസമാണല്ലോ, സംസാരിക്കുന്ന ശൈലിയൊക്കെ. അപ്പൊ എനിക്കൊരു ഇഷ്ടക്കൂടുതൽ തോന്നും. നിങ്ങളങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വെച്ചാണോ പറയുന്നത് എനിക്കറിയില്ല, പക്ഷെ എന്നെ വന്ന് മോളേനെ വിളിക്കുമ്പോൾ എനിക്കറിയാതെ കുറച്ച് എന്നോട് ഇഷ്ടക്കൂടുതൽ ഉള്ളതുപോലെ എനിക്ക് തോന്നും. അതുകൊണ്ട് എനിക്ക് ഈ സൈഡിലുള്ള ആളുകളെ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടെ ഇന്ന് കണ്ടപ്പോൾ ഇവിടുത്തെ അമ്മമാരെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ തിരിച്ചു വിടാൻ തോന്നുന്നില്ല, ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു കുട്ടീനെ പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം. എന്നും അങ്ങനെ വലുതായതായിട്ട് കരുതുന്നത് എനിക്കും വലിയ താല്പര്യമുള്ള പരിപാടിയല്ല. എന്തായാലും ഇത്രയും സ്നേഹമുള്ള ആളുകളെ കാണാനും ഇവിടെ വരാനും പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ശക്തി ഇനിയും ശക്തികരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ ശക്തി ഗ്രൂപ്പിന് പറ്റട്ടെ. ഇങ്ങനൊരു സംഘടന സമുദായത്തിനോ മറ്റു പരിപാടികളിലോ ഒന്നും ഒതുങ്ങി നിൽക്കാതെ ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മുടെ നാടിന് ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നറിയുന്നത് എനിക്ക് പ്രത്യേക സന്തോഷമുള്ള കാര്യമാണ്. പാലക്കുന്ന് കഴകം ഭൗതിക ക്ഷേത്രത്തിലെ സ്ഥാനികരായ സുനീഷ് പൂജാരി, കപ്പണക്കാൽ കുഞ്ഞിക്കടൻ ആയത്താൽ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ, പാലക്കുന്ന് കഴകം ഭൗതിക ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ബാലകൃഷ്ണൻ, BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, ഉത്തരമലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ചെയർമാൻ C രാജൻ പെരിയ, ശക്തി കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് അച്യുതൻ പള്ളം, കാസർഗോഡ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി V കുഞ്ഞിക്കണ്ണൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ VB വിജയകുമാർ, സതീഷ് കാസർഗോഡ്, ഗണേഷ് അരമങ്ങാനം തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാഗർ ഓഡിറ്റോറിയത്തിൽ പാലക്കുന്നിലെ കർമ്മ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിന്റെ നൃത്തങ്ങളും സ്റ്റാർ സിംഗർ ഫെയിം അരവിന്ദ് നയിച്ച മ്യൂസിക്കൽ നൈറ്റും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉദുമ.